ഓസിലേഷൻ എന്ന ചാപ്റ്ററിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് എക്സാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആകണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാകുകയും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മീൻ പൊസിഷനിലേക്ക് ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിമ്പിൾ ഹാർമോണിക് മോഷനെ സംബന്ധിച്ച് അവിടെ ഫോഴ്സ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കണം. ഫോഴ്സ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ് ആയിരിക്കും. അവിടെ മൈനസ് കാണിക്കുന്നത് മീൻ പൊസിഷനിലേക്കായിരിക്കണം എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അഥവാ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നെഴുതാം. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. മീഡിയത്തിലെ പാർട്ടിക്കിൾ എത്ര ആണ് അതിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ, ഫൈ ഇനിഷ്യൽ ഫേസ് ആണ്. ഒമേഗ ടി പ്ലസ് ഫൈയെ നമ്മൾ ഫേസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു എസ് എച്ച് എമ്മിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു എസ് എച്ച് എമ്മിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം വെലോസിറ്റി ഓഫ് എസ് എച്ച് എം. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എക്സിന് പകരമായിട്ട് നമ്മൾ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ ടൈം ഡെറിവേറ്റീവ് നമുക്ക് എടുക്കണം. 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ഇൻറ്റു ഈ എ റൂട്ടിനകത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് എസ് എച്ച് എമ്മിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ വെലോസിറ്റി ഒരു എസ് എച്ച് എമ്മിനെ സംബന്ധിച്ച് മെയിൻ പൊസിഷനിലെയും എക്സ്ട്രീം പൊസിഷനിലെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മെയിൻ പൊസിഷനിലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്ന പൊസിഷനെയാണ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോഴുള്ള വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ 0 ആയി കഴിയുമ്പോൾ റൂട്ട് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ. അപ്പോഴത് ഒമേഗ ഇൻറ്റു എ എന്നാണ് അതിൻ്റെ മെയിൻ പൊസിഷനിലുള്ള വെലോസിറ്റി. അതുപോലെ തന്നെ എക്സ്ട്രീം പൊസിഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻ്റാണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എക്സ് സ്ക്വയറിന് വരെ എ സ്ക്വയർ കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 ആകുന്നു. വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ മെയിൻ പൊസിഷനിൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും, അത് ഒമേഗ ഇൻറ്റു എ ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ആക്സിലറേഷൻ ഓഫ് എസ് എച്ച് എം കണ്ടുപിടിക്കണം. നമുക്കറിയാം വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിക്ക് പകരം നമുക്ക്
മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈസിക്കൽ ഇവിടെ മൈനസ് എ ഒമേഗ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വെളിയിലെത്തും. ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇപ്പോൾ ഈസിക്കൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇവിടെ ടിയുടെ കൂടെ ഒമേഗയുടെ വന്നതുകൊണ്ട് ഇൻറ്റു ഒമേഗയുടെ ചെയ്യുമ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ ആകും. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് മൈനസ് ഒമേഗ സ്ക്വയർ എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പൊസിഷനിലേക്ക് കണ്ടുപിടിക്കണം. മെയിൻ പൊസിഷനിൽ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് 0 ആകുമ്പോൾ ആക്സിലറേഷൻ 0 ആകുന്നു. അടുത്ത നമുക്ക് എക്സ്ട്രീം പൊസിഷനിലേക്ക് കണ്ടുപിടിക്കണം. എക്സ്ട്രീം പൊസിഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ആകും. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആകും. അപ്പോൾ അന്നേരത്തെ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എക്സിന് വരെ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എ എന്നും ലഭിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എസ് എച്ച് എം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ എസ് എച്ച് എമ്മിൻ്റെ വി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ ഹാഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയറിന് പകരം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാകും. ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഇതാണ് ഒരു എസ് എച്ച് എമ്മിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ പൊസിഷനിൽ നേരത്തെ പോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആകും. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എക്സ് 0 ആയിക്കഴിഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് പോകും, എ സ്ക്വയർ ആകും. അപ്പോൾ ഇതാണ് അതിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ എക്സ്ട്രീം പൊസിഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എ ആകുമ്പോൾ ഈ ടൈം 0 ആയി പോകുമ്പോൾ കൈനറ്റിക് എനർജി 0 ആകും. അപ്പോൾ ഇത് ഏറ്റവും മിനിമം വാല്യൂ ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ കെയ്ക്ക് പകരം നമുക്ക് എം ഒമേഗ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ മെയിൻ പൊസിഷനിലേത് നമുക്കറിയാം എക്സ് 0 ആകും, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സിന് പകരം എ കൊടുക്കുമ്പോൾ എ സ്ക്വയർ ആകും. അപ്പോൾ ഇതാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. മെയിൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയും എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലാണ്. അതായത് എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് മെയിൻ പൊസിഷനിൽ എത്തുമ്പോഴേക്കും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കിനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്യണം. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ കട്ടായി പോകും. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജിയും ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദി കേസ് ഓഫ് എസ് എച്ച് എം. അപ്പോൾ ഇവിടെ എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും മെയിൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കും. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അത് മെയിൻ പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് 0 ആകുകയും അങ്ങേ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് അത് വീണ്ടും മാക്സിമത്തിൽ എത്തുകയും ചെയ്യുന്നു. ആ സെയിം ടൈമിൽ എക്സ്ട്രീം പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി മെയിൻ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കിന്
അത് മാക്സിമത്തിലെത്തുകയും അങ്ങേ എൻഡിലുള്ള എക്സ്ട്രീം പോയിൻ്റിൽ എത്തുമ്പോഴത്തേക്ക് അത് 0 ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വേരിയേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, എനർജിയുടെ വേരിയേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വേരിയേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റോ വേരിയേഷൻ വിത്ത് ടൈമോ ചോദിക്കുവാണെങ്കിൽ ഈ സെയിം ഗ്രാഫ് തന്നെയാണ് വരയ്ക്കേണ്ടത്. എക്സാമ്പിൾസ് ഓഫ് SHM. SHMൻ്റെ എക്സാമ്പിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിമ്പിൾ പെൻഡുലമാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം SHMന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. ഈ mgയെ നമുക്ക് XY കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തെ ഒരു സ്മോൾ ആംഗിളിലായിരിക്കണം നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്ന ആംഗിൾ. അപ്പോൾ mgയുടെ അഡ്ജസൻറ്റ് കമ്പോണൻ്റാണ് mg കോസ് തീറ്റ. mgയുടെ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് mg സൈൻ തീറ്റ ആയിരിക്കും. mg കോസ് തീറ്റ ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷനെ ബാലൻസ് ചെയ്ത് നിർത്തുകയും mg സൈൻ തീറ്റ ഈ സിമ്പിൾ പെൻഡുലത്തിനെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സാണ് mg സൈൻ തീറ്റ. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നമുക്കറിയാം -mg സൈൻ തീറ്റ ആയിരിക്കും. മൈനസ് കാണിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ ആംഗിളിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകും. അപ്പോൾ അവിടെ നമുക്ക് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു x/L ആയിരിക്കും. അപ്പോൾ ഈ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് x/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -mg ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം x/L. അപ്പോൾ ഇവിടെ -mg/L ഇൻറ്റു എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ mg/L നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് F പ്രപ്പോർഷണൽ ടു -x ആയിരിക്കും, അഥവാ F ഈസ് ഈക്വൽ ടു -kx ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ ഒരു SHM ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു SHMൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ m ആണ്. ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് -mg/L ഇൻറ്റു എക്സ് ആണ് നമുക്കിവിടുത്തെ ഫോഴ്സ്. അതിനെ ബൈ m ചെയ്യുമ്പോൾ ഇവിടെ m കട്ടായി പോകുന്നു. അപ്പം -gx/L എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതൊരു SHM ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് SHMൻ്റെ ആക്സിലറേഷൻ ഇവിടെയും ബാധകമാണ്. അപ്പോൾ നമുക്കറിയാം SHMൻ്റെ ആക്സിലറേഷൻ -ω²x ആണ്. ഈസ് ഈക്വൽ ടു -gx/L എന്ന് ലഭിക്കുന്നു. എക്സ് കട്ടായി പോകുന്നു, മൈനസ് കട്ടായി പോകുന്നു. അപ്പോൾ ഇവിടെ ω ഈസ് ഈക്വൽ ടു √g/L എന്നാണ്. ω നമുക്കറിയാം 2π/T ആണ് ω. അപ്പോൾ 2π/T ഈസ് ഈക്വൽ ടു √g/L ആണ്. അവിടെ നമുക്ക് T കണ്ടുപിടിക്കണം, അതാണ് ടൈം പീരീഡ്. അപ്പോൾ T കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ 2π ഉണ്ട്. ഈ g/L √g/L ഇപ്പുറത്ത് വരുമ്പോൾ √L/g ആണ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ. അടുത്ത SHMൻ്റെ എക്സാമ്പിൾ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ് ആണ്. നമ്മൾ സ്പ്രിങ്ങിനെ ഒരു റിജിഡ് സപ്പോർട്ടിൽ സസ്പെൻഡ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു വെയിറ്റിനെ ഹാങ് ചെയ്യുകയാണെങ്കിൽ, അതിനെ നമ്മളൊന്ന് വലിച്ചു വിടുകയാണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ലീനിയർ ഹാർമോണിക് ഓസിലേഷനാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസിലേഷനും ഒരു SHMന് എക്സാമ്പിളാണ് എന്നാണ് നമ്മൾ തെളിയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ച് പുതിയൊരു പൊസിഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് എത്താൻ ആവശ്യമായ റീസ്റ്റോറിംഗ് ഫോഴ്സ് F എന്ന് പറയുന്നത് -kx ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് SHMൻ്റെ ഒരു എക്സ്പ്രഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു SHMന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -kx/m ആണ്. ഇത് ഓൾറെഡി ഒരു SHM ആയതുകൊണ്ട് നമുക്ക് ആക്സിലറേഷന് പകരം നേരത്തെ പോലെ തന്നെ -ω²x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ω²x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ എം എന്ന് ലഭിക്കുന്നു. ഇവിടെ എക്സ് കട്ടാകുന്നു, മൈനസും കട്ടാകുന്നു. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്, ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. അവിടെ നമുക്ക് ടി കണ്ടുപിടിച്ചാൽ 2π × റൂട്ട് m/k എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ലോഡഡ് സ്പ്രിങ്, ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ്. ഒരു SHMനെ സംബന്ധിച്ച് കൈനറ്റിക് എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി വരുന്ന പൊസിഷൻ ഏതാണെന്ന് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ വരുന്ന പൊസിഷൻ ഏതാണ്? അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഈക്വൽ ആയിരിക്കണം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12m ഒമേഗ സ്ക്വയർ a² - x² ആണ്. ഈസ് ഈക്വൽ ടു വരണം പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം 12m ഒമേഗ സ്ക്വയർ x² ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ a² - x² ഈസ് ഈക്വൽ ടു x² ആയിരിക്കണം. 12m ഒമേഗ സ്ക്വയർ രണ്ട് സൈഡിൽ നിന്ന് കട്ടായി പോകും. അപ്പോൾ ഇവിടെ a² ഈസ് ഈക്വൽ ടു ഈ x² ഇപ്പുറത്തുകൊണ്ട് ചെല്ലുമ്പോൾ അത് പ്ലസ് ആകും. x² + x² 2x² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് x കണ്ടുപിടിച്ചാൽ x² കണ്ടുപിടിക്കാം. x² ഈസ് ഈക്വൽ ടു a²/2 വരും. അവിടെ നിന്ന് x കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് a²/2, a²ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ a ആകുന്നു. അപ്പോൾ a/√2. അപ്പം a/√2 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഒരു SHMനെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വലായിട്ട് വരുന്നത്.